اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, ഓരോ ദിവസം കഴിയും തോറും ഭീതിതമായ അന്തരീക്ഷമാണ് നമ്മുടെ നാട്ടിൽ. ഈ അടുത്തൊരു വാർത്ത കേട്ട് നമ്മൾ വല്ലാതെ ഞെട്ടിപ്പോയി. നമ്മളെ ഹൃദയത്തിൽ വല്ലാതെ വിഷമം വന്നുപോയ ഒരു വാർത്ത. കരുവാരക്കുണ്ടിൽ 16 വയസ്സുകാരനാൽ മൃഗീയമായി കൊല ചെയ്യപ്പെട്ട 14 വയസ്സുകാരി കയ്യും കാലും കെട്ടിയിട്ട് ശ്വാസം മുട്ടിച്ചു കൊന്ന ഒരു കഥ നമ്മൾ കേട്ടു. റെയിൽവേ ട്രാക്കിന്റെ സമീപത്ത് കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചതായ നിലക്കാണ് ആ മൃതദേഹം കാണപ്പെട്ടത്. എന്താണ് അതിൻ്റെ കാരണം? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതായ പ്രണയം. പ്രണയത്തിൻ്റെ പേരിൽ എത്രയെത്ര കൊലപാതകങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഓരോ രക്ഷിതാവും ഭയപ്പാടോടുകൂടിയാണ് ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം രാവിലെ സ്കൂളിലേക്ക് പോയ കുട്ടി ഒരു പോറലുമേൽക്കാതെ തൻ്റെ അടുത്ത് വരില്ലേ എന്ന ഭയം ഓരോ രക്ഷിതാവിനും വന്നിട്ടുണ്ട്. അത്രമാത്രം ഒരു മോശമായ അന്തരീക്ഷമാണ് നമ്മുടെ നാട്ടിലൊക്കെ. പ്രണയവിവാഹങ്ങളിൽ കൂടുതലും ഒന്നിരിക്കലതൊരു കുടുംബ തകർച്ചയിലാണ് അവസാനിക്കുക, അല്ലെങ്കിൽ അത് കൊലപാതകങ്ങളിൽ അവസാനിക്കും, അതല്ലെങ്കിൽ ആത്മഹത്യയിലേക്കാണ് അതിൻ്റെ പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മുസ്ലിമായ സഹോദരനും മുസ്ലിമായ സഹോദരിക്കും എങ്ങനെയാണ് അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് വ്യക്തമായി വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയാത്ത ഒരാളും നമ്മുടെ നാട്ടിലില്ല. എല്ലാവർക്കും അതറിയാം. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെച്ച അതിർവരമ്പ് മറികടക്കുമ്പോഴാണ് ഇതുപോലത്തെ പ്രയാസങ്ങളും പ്രശ്നങ്ങളിലും നമ്മൾ പോയി അകപ്പെടുന്നത്. ഒരന്യാണും അന്യപ്പെണ്ണും കൂടിക്കലരുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ് എന്ന് ലോകത്തിൻ്റെ നായകൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരനും അന്യ സഹോദരനും സഹോദരിയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോൾ മൂന്നാമനായി അവിടെ പിശാച് വരുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ അധ്യാപനം പൊതുസമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ 6-ാം നൂറ്റാണ്ടിൻ്റെ ഒരു തമാശയായി, അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിൻ്റെ ഒരു വിഡ്ഢിത്തമായി പല ആളുകളും അതിനെ കണക്കാക്കി. ഇന്ന് സമൂഹം അതിനെ ഏറ്റെടുത്തു. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരി. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നോട്ടം എന്ന് പറയുന്നത് അത് പിശാചിൻ്റെ വിഷലിപ്തമായ അമ്പാണ്. നോട്ടം എന്ന് പറയുന്നത് അത് പിശാചിൻ്റെ വിഷലിപ്തമായ അമ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് ലോകത്തിൻ്റെ നായകൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ആ നോട്ടത്തിൻ്റെ പേരിലല്ലേ ഇന്ന് അധികമായ ഹറാമുകളും വേണ്ടാവൃത്തികളും തെമ്മാടിത്തരങ്ങളും
അതിന് തുടക്കം എവിടുന്നാണ്? ഹറാമായ നോട്ടത്തിൽ നിന്നാണ്. ആ ഒരു ഹറാമായ പ്രവൃത്തിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ തുടക്കത്തിനെ തന്നെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാം നോട്ടത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ആ നോട്ടം നിങ്ങൾ ഉപേക്ഷിക്കണമേ എന്ന് ലോകത്തിൻ്റെ നായകൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അധ്യാപനങ്ങൾക്ക് ഒരു പുല്ല് വില സമൂഹം കൊടുത്തത് കൊണ്ടാണ് ഇതുപോലത്തെ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മൾ നേരിടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്ന് ഓരോ ആണുങ്ങളും ഓരോ പെണ്ണുങ്ങളും അവർക്കുള്ള ഇണയെ അവർ കണ്ടെത്തുകയാണ്. ഒരുപാട് പരസ്പരം നോക്കി, പരസ്പരം ഇടപഴകി, അവരുമായി സല്ലപിച്ച് മണിക്കൂറുകളോളം വർത്തമാനങ്ങൾ പറഞ്ഞ് തനിക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ട് അങ്ങനെ നടക്കുന്ന കല്യാണം ഒന്നിരിക്കൽ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 5 മാസം കഴിഞ്ഞാൽ രണ്ടാളും 2 ചേരിയാകും, രണ്ടാളും 2 ഭാഗത്താകുന്നൊരവസ്ഥ, 2 കുടുംബങ്ങളും 2 ചേരിയാകുന്നൊരവസ്ഥ. പണ്ട് കാലത്ത് നമ്മുടെ ഉപ്പമാര് ഒരു മകന് കല്യാണം ഉണ്ടാക്കും, മകൾക്ക് കല്യാണം ഉണ്ടാക്കുമ്പോൾ അവർക്ക് നേരങ്ങത്തിലൊന്ന് പരസ്പരം കാണാൻ പോലും കഴിയാത്തൊരു കാലഘട്ടം. പക്ഷെ എന്നിട്ട് പോലും വളരെ സന്തുഷ്ടമായ കുടുംബജീവിതം നയിച്ചവരായിരുന്നു നമ്മുടെ മുൻ തലമുറയിലെ ആളുകളൊക്കെ. ഞാൻ പറയുന്നത് അല്ലാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന അധ്യാപനത്തിൽ അതിൽ നമ്മൾ കത്തിവെക്കുമ്പോൾ, അതിനെ നമ്മൾ മറികടക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങളായിരിക്കും ഇനി നമ്മൾ എന്ത് ചെയ്യുക, നേരിടുക. ഏതെങ്കിലും ഒരു ഉസ്താദ് ഒരു വിഷയം പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നതരായ ഉമറാക്കൾ സമൂഹത്തിന് തെര്യപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിനെ കളിയാക്കി, അദ്ദേഹം ഒരു പഴയ കാലത്തുള്ള ആളാണ്, അദ്ദേഹത്തിന് ലോകത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കളിയാക്കുന്നൊരു കാലഘട്ടം. അതുകൊണ്ട് സമൂഹം മാറി ചിന്തിച്ചേ മതിയാകൂ. നമ്മുടെ പെണ്ണുങ്ങളെ, നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ മക്കളെ നല്ല നിലക്ക് നമ്മൾ ഇസ്ലാമികപരമായ ചിട്ടയിൽ നമ്മൾ കൊണ്ടുപോയില്ല എങ്കിൽ ഇതിനേക്കാൾ വലിയ മാരകമായ മുറിവായിരിക്കും നമ്മുടെ ഹൃദയത്തിന് വരിക. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനത്തെ കളിയാക്കി, അതിനെ പുച്ഛിച്ച് 6-ാം നൂറ്റാണ്ടാണ് എന്ന് പറഞ്ഞ് അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തിയാൽ, ഇല്ലായ്മ ചെയ്താൽ വലിയ അപകടം നമ്മളെ കാത്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.